ട്യൂറിനിൽ ഒരു ജൂത കുടുംബത്തിലായിരുന്നു റീത്തയുടെ ജനനം. മുഴുവൻ പേര് റീത്ത ലേവി മൊന്റാലിസി. ഒരു എഴുത്തുകാരിയാവാനായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ ട്യൂമർ ബാധിച്ച് ഒരു ബന്ധു മരണപ്പെട്ടതോടെ വൈദ്യശാസ്ത്ര രംഗത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന അതിയായ ആഗ്രഹം മനസ്സിൽ കുടിയേറി. മെഡിസിൻ പഠനം ആരംഭിച്ചപ്പോൾ നാഡീവ്യൂഹത്തെക്കുറിച്ചായിരുന്നു ഏറെയും ശ്രദ്ധ ചെലുത്തിയത്. പഠനശേഷം ജോലിയിലേക്ക്. എന്നാൽ റീത്തയുടെ ആഗ്രഹം പ്രാവർത്തികമാക്കാൻ പറ്റുന്നതായിരുന്നില്ല. ജൂതവംശജരെ അക്കാഡമിക് രംഗത്തുനിന്നും നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ ജോലി നഷ്ടമായി. പക്ഷേ പഠിക്കണമെന്ന ആഗ്രഹത്തിന് ഒട്ടും കുറവ് വന്നില്ല. വീട്ടിലെ കിടപ്പുമുറി ലാബായി മാറി. പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ചത് കോഴിയെയായിരുന്നു. ഭ്രൂണത്തിലെ നാഡീഞരമ്പുകളിലായിരുന്നു പരീക്ഷണം. പക്ഷേ വിധി റീത്തയ്ക്ക് അനുകൂലമായിരുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധം. ജർമ്മൻ സേന ഇറ്റലിയെ ആക്രമിക്കുന്നു. റീത്ത ഫ്ലോറൻസിലേക്ക് പലായനം ചെയ്തു. അവിടുത്തെ അഭയാർത്ഥി ജീവിതത്തിൽ ആരും കാണാതെ റീത്ത ഒരു ലബോറട്ടറി ഒരുക്കി. ആ ഒളിവിലെ ലാബിലും അവർ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 1946 യുദ്ധം അവസാനിച്ചു. റീത്ത വീണ്ടും ട്യൂറിനിലേക്ക്. തുടർന്ന് നീണ്ട 30 വർഷത്തോളം ഒരേ വിഷയത്തിൽ ഗവേഷണം. 1952 നാഡീഞരമ്പുകളിലെ ചില കോശങ്ങളുടെ അസാധാരണ വളർച്ച റീത്ത കണ്ടെത്തി. അതിന്റെ കാരണം അവർ വേർതിരിച്ചെടുത്തു. അതിരില്ലാത്ത പഠനമായിരുന്നു റീത്തയുടെ ജീവിതം. ഒടുവിൽ ലോകം അവർക്കൊരു സമ്മാനം നൽകി. 1986 ന്യൂറോബയോളജിക്ക് ആ വർഷത്തെ നോബൽ സമ്മാനം. ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക് ഒരൊറ്റ ഷോർട്ട്കട്ട് മാത്രമേയുള്ളൂ എന്ന് റീത്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏത് പ്രതികൂലാവസ്ഥയിലും ലക്ഷ്യത്തിനായി പ്രയത്നിക്കാനുള്ള കരുത്ത് നേടാനാകട്ടെ. ശുഭദിനം.